സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ദേവികയാണെങ്കിൽ മുരളിയെ കാണാനായിട്ട് മുരളിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. മുരളിയേട്ടനോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞില്ല. ആ സാഹചര്യം പോലെ പറയാം എന്നാണ് കരുതിയിരുന്നത്. ഭാർഗവി ആൻറ്റിയോട് പറയാൻ പറ്റില്ല തൽക്കാലം. എങ്കിലും മുരളിയേട്ടനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം എന്നാഗ്രഹിച്ചിരിക്കുന്ന ദേവിക അതും കൂടി സംസാരിക്കാനാണ് വരുന്നത്. അതേസമയം ശാരികയാണെങ്കിൽ തൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്കും മുരളിയേട്ടൻ ഇപ്പം വരും, അങ്ങനെ പോയാൽ പോരെ എന്ന് ദേവിക ചോദിക്കുമ്പം അതിന് സമ്മതമല്ല. അപ്പോഴത്തേക്കും ദേവികയാണെങ്കിൽ തൻ്റെ മനസ്സിലെ ആവലാതി പറയുന്നുണ്ട്. ദേ നോക്ക് ശാരിക, നീ ഒരു മണ്ടത്തരം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെക്കായും പക്വതയും അറിവും നിനക്കുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിലും നീ സ്നേഹിക്കുന്നത് ആരാണെന്നെങ്കിലും ഒന്ന് തുറന്നു പറയുമ്പോൾ തൽക്കാലം അത് പറയാറായിട്ടില്ല. അങ്ങനെ ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് ചേച്ചിക്ക് തന്നെയാണ്. സമയമാകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചേച്ചിയെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് ശാരികയാണെങ്കിൽ പോകുന്നു. ശാരിക കാണാൻ പോകുന്നത് മറ്റാരെയല്ല, നമ്മുടെ കെവിനെ തന്നെയാണ്. കെവിൻ ചേച്ചിയെയും അതുപോലെ നന്ദേട്ടനെയും ചതിക്കുവാണെന്ന് മനസ്സിലാക്കിയ ശാരികയാണെങ്കിൽ അതിൻ്റെ മോട്ടീവ് എന്താണ് ഇവർ നന്ദേട്ടനോടും അതുപോലെ ദേവിക ചേച്ചിയോടും ഇത്രയും വിരോധം കാണിക്കാനും ഇനി പണത്തിന് വേണ്ടിയിട്ടാണോ അതോ MLA ആയിരിക്കുന്ന ചേച്ചിക്ക് സ്ഥാനത്തുനിന്ന് ഇറക്കാൻ വേണ്ടിയിട്ടാണോ, അങ്ങനെ അന്വേഷിക്കാനായിട്ട് നടക്കുവാണ്. ഇതേ സമയം നമ്മുടെ ദേവിക മുരളിയെയും ഗൗരിയെയും കാണാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നു. ഭാർഗവി ഇല്ലെന്ന് മനസ്സിലാക്കിയ ദേവികയാണെങ്കിൽ തൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ഭാരം തുറന്നു പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഗൗരി പറയുന്നു, നന്ദനും ദേവികയും തമ്മിൽ ഇത്രയും ദിവസം പിണങ്ങി നിന്നു എന്നുള്ള കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ കഴിഞ്ഞവരല്ലായിരുന്നു. എന്താ ദേവിക, ഇതുവരെ പ്രശ്നങ്ങളൊന്നും കോംപ്രമൈസ് ആയില്ലേ? നന്ദനൊരു അബദ്ധം പറ്റിയതാണെന്ന് പറയുന്നു, അത് സത്യമാണെന്ന് മനസ്സിലാക്കിയില്ലേ? അതെനിക്കറിയാം ഗൗരി, നന്ദനൊരു അബദ്ധം പറ്റിയതാണ്. പക്ഷേ ഞാനും നന്ദനും തമ്മിൽ ഇങ്ങനെ അകന്ന് താമസിക്കേണ്ടി വരുമെന്നും അങ്ങനെ പറ്റുമെന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇനി ഒരിക്കലും ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ ദേവി നീ അങ്ങനെ പറയുന്നതെന്ന് മുരളി ചോദിക്കുമ്പോൾ നന്ദൻ ഇപ്പോൾ ഒരു കൊലപാതകിയാ എന്നും പറഞ്ഞ് ദേവികയാണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഇതുവരെയുള്ള കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ എല്ലാം തുറന്നു പറയുമ്പോഴത്തേക്കും ആകെ ഞെട്ടി വിറച്ച് നിൽക്കുവാണ് ഗൗരിയും അതുപോലെ മുരളിയും. ഇതിനിടയ്ക്ക് നമ്മുടെ മുരളി പറയുന്നുണ്ട്, ഒരിക്കലും നന്ദൻ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നന്ദൻ ചുമ്മാ പറ്റിക്കാൻ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്ത കുറ്റം സ്വയമേ ഏറ്റെടുക്കുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ, അല്ല മുരളിയേട്ടാ, നന്ദു എല്ലാ കാര്യങ്ങളും അച്ഛനോടും അമ്മയോടും ഒക്കെ തുറന്നു പറഞ്ഞു. ഇപ്പം ഹരിയേട്ടനൊക്കെ വന്നിരിക്കുന്നത് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. നമ്മുടെ കെവിനെ കാണാനായിട്ട് ശാരിക പോയിട്ടുണ്ടായിരുന്നല്ലോ. ശാരികയാണെങ്കിൽ കെവിന് നല്ല ഡോസ് കൊടുക്കുന്നു. താൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ കെവിനെ അറിയിക്കുന്നുണ്ട്. അതായത് കെവിൻ്റെ മുഖഭാവം കണ്ടിട്ട് ഇതിലും കെവിന് വല്ല പങ്കുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ദേവിക ചേച്ചിയോടും അച്ഛനോടും അമ്മയോടും ഹരിയേട്ടനോടും ഒക്കെ നന്ദേട്ടൻ പറഞ്ഞിരിക്കുന്നത് താൻ ഒറ്റയ്ക്കാണ് ഋഷിയെ കൊലപ്പെടുത്തിയ എന്നാണ്. പക്ഷേ ഒരിക്കലും ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വ്യക്തമായിട്ടും അറിയാവുന്ന ശാരിക അതിൻ്റെ പിന്നിൽ ഇവരുടെ പങ്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് തുറന്നു പറയുന്നു. തൻ്റെ ചേച്ചിയെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നന്ദേട്ടൻ്റെ ഈ ഒരു വിഷയമെന്ന് പറഞ്ഞ് എല്ലാം തുറന്നു പറയുമ്പോഴത്തേക്കും കെവിൻ ആകെ ഷോക്കാകുന്നു. താൻ ഇത്രയും നാൾ ശാരിക അറിയരുത് എന്ന് വിചാരിച്ച് ഒളിപ്പിച്ച് വെച്ചിരുന്ന കാര്യം ഇപ്പോൾ ശാരിക അറിഞ്ഞിരിക്കുന്നു. താനും ഇതിൽ പങ്ക് ചേർന്നിട്ടുണ്ട് എന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ തന്നെ ഉപേക്ഷിക്കുമോ എന്നുള്ളൊരു പേടിയാണ് ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ കെവിനെ അലട്ടുന്നത്. അപ്പം ശാരിക പറയുന്നു, ഒരിക്കലും നന്ദേട്ടൻ ഒറ്റയ്ക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കൂട്ടം ആൾക്കാർ ഇതിൽ പങ്കു ചേർന്നിട്ടുണ്ടോ എന്നാണ് എനിക്ക് ഡൗട്ട്. എന്തായാലും നന്നായിട്ട് ചേച്ചി അന്വേഷിക്കുന്നു. അന്വേഷണത്തിൽ ആരെങ്കിലും ഇതിൽ പങ്കു ചേർന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്കുള്ള ശിക്ഷ ഞാനായിരിക്കും വിധിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആകെ പേടിച്ച് നിൽക്കുന്ന കെവിനോട് ശാരിക ചോദിക്കുന്നുണ്ട്, എന്താ കെവിൻ ചേട്ടൻ പേടിച്ച് നിൽക്കുന്നത്? ഒന്നുമില്ല, ഞാൻ ഈ കാര്യങ്ങളൊക്കെ കേട്ട് ഞെട്ടിയിരിക്കുമായിരുന്നു. അങ്ങനെ ഞെട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. കെവിൻ ചേട്ടനും എല്ലാ കാര്യങ്ങളും അറിയാമെന്നാണല്ലോ ചേച്ചി പറഞ്ഞത്. ഈ കാര്യത്തിൻ്റെ പേര് ഇസബെല്ലയും കെവിൻ ചേട്ടനും മാനസികമായി ഒരുപാട് സപ്പോർട്ട് ചെയ്തതെന്ന് നന്ദേട്ടൻ എല്ലാവരുടെയും തുറന്നു പറഞ്ഞു. ഇത്രയും വലിയൊരു രഹസ്യം എന്തുകൊണ്ട് എന്നോട് മൂടി വെച്ചു? അന്നേരം കെവിൻ പറയുന്നു, ഇനി ശാരിക അത് അറിഞ്ഞ് വിഷമിക്കേണ്ട എന്ന് കരുതിയും മനഃപൂർവ്വം മൂടി വെച്ചതാണെന്നും. അങ്ങനെ പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നും ഇല്ലാതെ ആകെ പകച്ചു നിൽക്കുന്ന കെവിൻ പെട്ടെന്ന് തന്നെ ശാരികയുടെ അടുത്തുനിന്ന് ഇസബെല്ലയെ കാണാനായിട്ട് പോകുന്നു. ഇസബെല്ലയോട് ശാരിക ഈ കാര്യം തന്നോട് പറഞ്ഞത് തുറന്നു പറയണമെന്നുണ്ട്. കാരണം പലരും ഈ കാര്യങ്ങൾ അറിഞ്ഞു എന്നുള്ള കാര്യം തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഇസബെല്ല ഇതെങ്ങനെ ഉൾക്കൊള്ളും? താൻ സ്നേഹിക്കുന്നത് ആരെയാണെന്ന് ഇസബെല്ലയോടും തോലും തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം നിൻ്റെ മുഖത്ത് എന്താ ഒരു ഭാവമാറ്റം?
എന്തെങ്കിലും നീ എന്നീന്ന് ഒളിക്കുന്നുണ്ടോ? അങ്ങനെ വല്ല ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആളും തരവും ഒന്നുമില്ലെന്ന് നിനക്കറിയാലോ, ഒന്നിനും ഞാൻ വെറുതെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞ് ആകെ കലി പിടിക്കുന്നുണ്ട്. എന്താ ഇസബല്ല ഈ പറയുന്നത്? എനിക്ക് നിന്നോട് ഒന്നും മൂടി വെക്കാനില്ല. പിന്നെ ചന്ദ്രോത്ത് എന്തൊക്കെയോ നമ്മൾ അറിയാതെ നടക്കുന്നുണ്ട്. അവർ പല വഴിക്ക് കേസ് അന്വേഷിക്കുന്നു എന്നാ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആകെ തകർന്നു നിൽക്കുന്ന ഇസബല്ലെ കാണാനായിട്ട് ദേവിക വരുന്നു. അപ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം.